ഒന്ന് മുന്നണി സംവിധാനത്തിന്റെ കെട്ടുറപ്പ് അത് നിലനിർത്തുക, അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ ഇടതുമുന്നണിക്ക് ഒരു പൊതുവായ നിലപാട് ഉണ്ടാവുക, ആ പൊതുവായ നിലപാട് ജനങ്ങളിലേക്ക് പങ്കുവെക്കുക. ഇപ്പോൾ തന്നെ പല വിഷയങ്ങളിലും ഇടതുപക്ഷത്തിനകത്ത് ചില അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടതൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഉദാഹരണത്തിന് PM ശ്രീ പദ്ധതി പോലെയുള്ള പദ്ധതികൾക്ക് കൈകൊടുത്തതുമായി ബന്ധപ്പെട്ട് CPIയുടെ എതിർപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിച്ചു എന്ന് പറയുമ്പോൾ ശബരിമല കൊള്ള പോലെയുള്ള പല വിഷയങ്ങളും സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം മാറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് പ്രതിരോധം തീർക്കുന്നതിനിടെ ജനക്ഷേമ പദ്ധതികൾ പലതും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനുകൾ ഉയർത്തിയത്, ഇത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് കൂടുതൽ ജനങ്ങളെ അടുപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടി അതായിരിക്കുമോ നമുക്ക് കേരള യാത്രയിൽ കാണേണ്ടതായി വരിക? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം എത്രത്തോളം തിരിച്ചടി എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷേമ പദ്ധതികൾക്ക്, ക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. ചില നേതാക്കൾ ഈ പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളിലൊക്കെ അഭിപ്രായപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. അത് സംസ്ഥാന നേതൃത്വം അവകാശപ്പെട്ടതുപോലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരായ വികാരം മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെയും എതിർവികാരം ഉണ്ടായിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങളിൽ ആ വികാരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ തന്നെ ഇത്ര മികച്ച ഒരു റിസൾട്ട് അല്ലെങ്കിൽ പോലും ഒരു പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുന്ന ഒരു ഫലത്തിലേക്ക് എത്താൻ കാരണം ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണമാണ്, ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ ഗുണമാണ്. അതുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു ഒലിച്ചുപോക്ക് ഇടതു വോട്ടുകൾക്ക്, ഇടതു രാഷ്ട്രീയ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് ഉണ്ടാകുമായിരുന്ന ഒരു ആശങ്കയാണ് നേതാക്കൾ കമ്മിറ്റികളിൽ പങ്കുവച്ചത്. അത്തരം കാര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേമ പ്രഖ്യാപനം ഇത്രയധികം വന്നിട്ട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് അതൊക്കെ എങ്ങനെ മറികടക്കാമെന്ന കാര്യങ്ങളാകും പ്രധാനമായും ചർച്ച ചെയ്യുക. സ്വാഭാവികമായി ഇനിയും ക്ഷേമ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. ജനുവരി അവസാന വാരം സംസ്ഥാന ബജറ്റ്, ഈ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരണം ഉണ്ടാകും. അതിലും വലിയ പ്രഖ്യാപനങ്ങൾ വരുമെന്ന് ഉറപ്പാണ്. അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നേരത്തെ CPM-നെതിരെ സംഘടനാപരമായ ചില വീഴ്ചകൾ, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും പോരായ്മകൾ ഉണ്ടായി എന്ന് വിലയിരുത്തുന്നുണ്ട്. ഈ ക്ഷേമ പ്രഖ്യാപനങ്ങൾ തന്നെ പാർട്ടി പ്രവർത്തകരെ ആലസ്യത്തിലാക്കിയെന്ന വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നു. ക്ഷേമ പ്രഖ്യാപനങ്ങൾ വന്നതോടുകൂടി ജനം ഇനി ഒന്നും നോക്കാതെ, മുൻപിൻ നോക്കാതെ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുമെന്നൊരു മിഥ്യാധാരണ പ്രവർത്തകരിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർ അലസരായി മാറി. ക്ഷേമ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ട് അതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയുടെ കാരണം. സംഘടനാ സംവിധാനങ്ങൾ എപ്പോഴും CPM ആ രീതിയിൽ എണ്ണയിട്ട യന്ത്രമെന്നൊക്കെ എപ്പോഴും വിശേഷിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിപ്പിക്കുന്ന പാർട്ടിയാണ് CPM. പക്ഷേ അവിടെ ഇത്തവണ അതുണ്ടായില്ല. ഈ ക്ഷേമ പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി ജനങ്ങൾ പൂർണ്ണമായും തങ്ങൾക്കൊപ്പം എന്നൊരു ധാരണയിലേക്ക് പാർട്ടി പ്രവർത്തകർ എത്തിച്ചേർന്നു. അത് ഒരു ആലസ്യത്തിലേക്ക് അവരെ കൊണ്ടുപോയി. അതും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു എന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇനി അത്തരമൊരു ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPM-നും ഇടതുമുന്നണിയും കഴിയില്ല എന്ന് ഉറപ്പാണ്. വലിയ ആശങ്ക തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. തുടർഭരണമെന്ന് ഉറപ്പിച്ചാണ് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇടതുമുന്നണിയും CPM-ഉം ഒക്കെ മുന്നോട്ട് പോയത്. പക്ഷേ ആ തുടർഭരണമെന്ന ഉറപ്പിനെ കോട്ടം തട്ടിയിരിക്കുന്നു. അതിൽ ആശങ്കകൾ ഉണ്ടാകുന്നു. ഇപ്പോഴും പൂർണ്ണമായും തുടർഭരണം വരില്ലെന്നൊന്നും CPM നേതാക്കൾ പറയുന്നില്ല. പക്ഷേ അതിലൊരു കോട്ടം തട്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് UDF-നും ഇവിടെ ഭരിക്കാൻ അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന ബോധ്യം ഉണ്ടാക്കി കൊടുത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന വിലയിരുത്തൽ പൊതുവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകൂടി കൃത്യമായി ശക്തമായി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ തുടർഭരണ സ്വപ്നത്തിലേക്ക് എത്താനാകൂ എന്ന് പാർട്ടിയും മുന്നണിയും ഒക്കെ തിരിച്ചറിയുന്നു. അതുകൂടി കണ്ടുള്ള പ്രയത്നങ്ങളും പരിശ്രമങ്ങളുമാകാം മുന്നണിയുടെയും CPM-ന്റെയും ഒക്കെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഈ നേതാക്കളുടെ യാത്രയൊക്കെ കേരള യാത്രകളുമൊക്കെ അതുമായി ബന്ധപ്പെട്ടും വളരെ നിർണായകമാണ്. കേന്ദ്രവിരുദ്ധ സമരം വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും കോൺഗ്രസും BJP-യും ഒത്തുകളിക്കുന്നു എന്നാണ് CPM എല്ലാ കാലവും ആരോപിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി CPM-BJP ബാന്ധവമെന്ന UDF-ന്റെ ആരോപണം ശക്തമാണ്. ഗവർണറും മുഖ്യമന്ത്രിയുമായ സമവായത്തിലെത്തി VC-മാരെ നിയമിച്ചതും PM-ശ്രീ വിവാദവും ഒക്കെ അതിനെ ആക്കം കൂട്ടുന്നു. സർക്കാരിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ അന്വേഷണങ്ങൾ പലപ്പോഴും പാതി വഴി നിലച്ചു പോകാൻ കാരണവും ഈ ബാന്ധവം എന്ന വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം തെറ്റിദ്ധാരണകൾ CPM പറയുന്ന അത്തരം തെറ്റിദ്ധാരണകൾ കൂടി സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്നും മുന്നിൽ നിന്നും അകറ്റിട്ടുണ്ടാകാം. അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകും. മുഖ്യമന്ത്രി ഇപ്പോൾ വളരെ ശക്തമായി തന്നെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സംഘപരിവാറിനും BJP-ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെയൊക്കെ നിലപാടെടുത്ത് രംഗത്ത് വരുന്നുണ്ട്. അത് ഈ ന്യൂനപക്ഷങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പോലുള്ള പൗരത്വം തെളിയിക്കുന്ന രേഖകളുടെ ഭാഗമായി അത്തരം കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അത്തരം ന്യൂനപക്ഷങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കുക കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളും ഒക്കെ ഈ യാത്രകൾ ഉടനീളം ഉണ്ടാകും. അഭിലാഷ്.
യെസ്, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ആവർത്തിക്കും എന്ന തരത്തിലൊക്കെയുള്ള ലത്തീൻ സഭയുടെ പ്രതികരണങ്ങളടക്കം പുറത്തു വരുമ്പോൾ മതന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ചേർത്ത് നിർത്തേണ്ടത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ അനിവാര്യത തന്നെയാണ്. മാത്രമല്ല, ജനകീയ വിഷയങ്ങളിൽ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ കൃത്യമായി ജനങ്ങളെ ബോധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതൊക്കെ തന്നെയാണ് കേരള യാത്രയിലൂടെ ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത്.